വീണ്ടും ഉപദേശിക്കാൻ വന്ന ജലീലിനെ കണ്ടം വഴി ഓടിച്ച് സിസ്റ്റർ സോണിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു. പ്രിയ സഹോദരൻ KT ജലീലിന് എന്ന അഭിസംബോധനയോടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക്. ഇന്നലെ താങ്കൾ എനിക്ക് എഴുതിയ തുറന്ന കത്ത് ഇന്നലെ തന്നെ ഞാൻ കണ്ടെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയായിരുന്നതിനാൽ താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അല്പം വൈകിയതിൽ ഖേദിക്കുന്നു. ഹിജാബ് അഥവാ ശിരോവസ്ത്രം മുഖംമൂടിയാണെന്നാണ് സഹോദരി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്ന ആരോപണത്തിന് ഇല്ല സഹോദര, എനിക്ക് തെറ്റിദ്ധാരണ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹിജാബ് തലയും കഴുത്തും മൂടിയുള്ള ശിരോവസ്ത്രം, നിഖാബ് കണ്ണുകൾ മാത്രം പുറത്ത് കാണിച്ച് ശരീരം മുഴുവൻ മറയ്ക്കുന്നത്, ബൂർഖ മുഖവും ശരീരവും മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രം എന്നൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. പിന്നെ നിഖാബ് മണൽക്കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ അറേബ്യൻ സ്ത്രീകൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന സമ്പ്രദായമാണ്. അതിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ഈ അറേബ്യൻ നാട്ടിലെ കാറ്റിന് സ്ത്രീകളോട് എന്തേ ഇത്രയും ശത്രുത എന്നാണ് എൻ്റെ മനസ്സ് ചോദിക്കുന്നത്. പുരുഷന്റെ സാന്നിധ്യമില്ലാതെ സ്ത്രീക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്ത ആ നാട്ടിൽ പുരുഷനോടൊപ്പം പോകുന്ന പാവം സ്ത്രീകളുടെ മുഖത്തേക്ക് മാത്രം ആഞ്ഞടിക്കുന്ന ആ കാറ്റിനെ എത്രയായാലും എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് താങ്കളുടെ ന്യായം സത്യമാണോ എന്നറിയാൻ ഞാനൊന്ന് കാര്യമായി ഈ വിഷയം പഠിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. മുസ്ലിം മതവിഭാഗമായ സുന്നികളുടെ വീക്ഷണം പ്രധാനമായും 4 മദ്ഹബുകളിലൂടെയാണ് വ്യക്തമാക്കുക. മാലിക്കി, ഹനഫി, ഷാഫി, ഹംബലി എന്നിവയാണവ. ഇതിൽ 3ാമത്തെ മദ്ഹബിൽ എഴുതിയിരിക്കുന്നത് താഴെ ചേർക്കുന്നു. പുരുഷന്മാരുടെ നോട്ടത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ, വളരെ ആകർഷകമായി തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ മുഖാവരണം ധരിക്കണമെന്നാണ്. പിന്നെ 4ാമത്തെ മദ്ഹബിൽ 2ാം ഭാഗം എഴുതിയിരിക്കുന്നത് സ്ത്രീയുടെ ശരീരം മുഴുവൻ മുഖം ഉൾപ്പെടെ ഔറത്താണ്, അതായത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ട ഭാഗമാണ്. പിന്നെ ഹിജാബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു. വ്യക്തിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കലും തുറിച്ചുനോട്ടം ഒഴിവാക്കലും ഹിജാബിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങളായി ഉന്നയിക്കപ്പെടുന്നു. പിന്നെ മുഖംമൂടി അഥവാ നിഖാബ് ധരിച്ച് കോളേജുകളിൽ വരുന്നതിനോട് ശക്തമായി വിയോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ താങ്കൾ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. സഹോദരൻ പറഞ്ഞതുപോലെ ആൾമാറാട്ടം തടയുന്നതിനും പെൺകുട്ടികളുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതിനും നിഖാബ്, ബുർഖ നിരോധിക്കണമെന്ന ഇസ്ലാം മതവിശ്വാസിയായ താങ്കളുടെ അഭിപ്രായം തന്നെയാണ് സംസ്കാരമുള്ള മനുഷ്യർക്കെല്ലാം ഉള്ളത്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന കലാപവും നിരവധി രാജ്യങ്ങൾ നിഖാബും ബുർഖയും നിരോധിച്ചുകൊണ്ട് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് എന്ന വസ്തുതയും ഓർമ്മയിലുണ്ടല്ലോ. എൻ്റെ ബാല്യകാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ബുർഖയും നിഖാബുമൊക്കെ എന്തേ ഈ ആധുനിക ലോകത്ത് ഇത്രമാത്രം ശക്തി പ്രാപിച്ചത് എന്ന് ചിന്തിച്ച ഒരു സത്യാന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ മറുപടി താഴെ കുറിക്കുന്നു. 1990-കൾക്ക് ശേഷം മുസ്ലിം രാഷ്ട്രങ്ങളിൽ പാശ്ചാത്യ വേഷവിധാനങ്ങൾക്ക് പ്രചാരം കൂടി വന്നതോടെയാണ് ഹിജാബ് വീണ്ടും ചർച്ചാ വിഷയമായി മാറിയത്. പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മുസ്ലിങ്ങളെ മോചിപ്പിക്കാൻ മതപണ്ഡിതർ ഹിജാബിനെ പ്രതീകമായി ഉയർത്തിക്കാട്ടുകയായിരുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി ഒരിക്കലും നിഖാബിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് പുലിവാൽ പിടിക്കരുത് കേട്ടോ. അബദ്ധത്തിൽ ഇനിയും അങ്ങനെയെങ്ങാനും പറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ ഇതിനകം താങ്കൾക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ. ഒരു കന്യാസ്ത്രീ തൻ്റെ തിരുവസ്ത്രത്തെ എത്ര മഹത്തരമായാണോ കാണുന്നത്, അതിന് സമാനമായാണ് വിശ്വാസിനിയായ ഒരു മുസ്ലിം സ്ത്രീ ഹിജാബ് അഥവാ ശിരോവസ്ത്രം ഉൾപ്പെടെയുള്ള അവരുടെ വസ്ത്രധാരണ രീതിയെയും കാണുന്നത്. അതിനുള്ള അവകാശം ഒരു മുസ്ലിം സ്ത്രീക്ക് മാത്രം നിഷേധിക്കുന്നത് അനീതിയല്ലേ എന്ന താങ്കളുടെ പരിഭവത്തിനുള്ള മറുപടി. പ്രായപൂർത്തിയായ മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ്, ശിരോവസ്ത്രം നിരോധിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പൊതുധാരണയനുസരിച്ച് 18 വയസ്സ് പൂർത്തിയായവരെയാണ് സ്ത്രീകൾ എന്ന് വിളിക്കുന്നത്. ചില ക്രിസ്ത്യൻ സ്കൂളുകളിൽ ഹിജാബ് നിരോധിച്ചു എന്ന വാർത്ത ആഘോഷമാക്കുമ്പോൾ ഓർമ്മിക്കണം, സ്കൂളിൽ പഠിക്കുന്നത് 6 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഈ ചെറുപ്രായത്തിൽ അവർ വിദ്യാർത്ഥിനികളല്ലേ. കേരളത്തിലെ 99% ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിലും
12 വയസ്സ് കഴിഞ്ഞ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് തട്ടം ധരിച്ചു വരാൻ യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഹിജാബ് തട്ടം മാത്രമാണെന്ന് താങ്കൾ പറഞ്ഞാലും ചില തീവ്ര ചിന്തഗതിക്കാർ പതിയെ ആ തട്ടത്തോടൊപ്പം യൂണിഫോമിൽ കൂടുതൽ വ്യതിയാനങ്ങൾ വരുത്തി ശരീരം മുഴുവൻ മൂടാൻ തുടങ്ങിയപ്പോൾ ആണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. പിന്നെ ഒരു സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആ സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ ഒരു പേപ്പർ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചു കൊള്ളാമെന്ന് ഓരോ രക്ഷിതാവും ഒപ്പിട്ട് നൽകാറുണ്ട് എന്നത് മറക്കരുതേ. സ്കൂൾ മാനേജ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ള യൂണിഫോം അംഗീകരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് തങ്ങളുടെ കുട്ടികളെ പറഞ്ഞുവിടുന്ന മാതാപിതാക്കൾക്ക് പിന്നീട് പിന്തിരിപ്പൻ ബുദ്ധി തോന്നുന്നത് എന്തുകൊണ്ടാണ്? പിന്തിരിപ്പൻ ബുദ്ധിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണ്? തങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഇതായിരിക്കും എന്നല്ലേ സ്ഥാപന മാനേജ്മെന്റ് പറയുന്നത്, അല്ലാതെ ലോകത്തുള്ള എല്ലാ കുട്ടികളും ഇത് ധരിക്കണമെന്നല്ലോ. അത് താല്പര്യമില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാവുന്ന സ്കൂളിൽ അവരെ മാതാപിതാക്കൾക്ക് വിടാമല്ലോ. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളിൽ കുട്ടികളെ ചേർക്കുകയും വേണം. അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ മനസ്സുമില്ല എന്ന് ധ്വനിപ്പിക്കുന്ന വാദം ഒരു മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ചേർന്നതാണോ? ഹിജാബ് ബുദ്ധിയുദിക്കാത്ത പ്രായത്തിൽ രക്ഷിതാക്കൾ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന സിസ്റ്ററുടെ അഭിപ്രായം ശരിയാണെങ്കിൽ അതേ കുട്ടികളുടെ മേൽ ഒരു സ്കൂൾ മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന യൂണിഫോമും അടിച്ചേൽപ്പിക്കലാവില്ലേ? രക്ഷിതാക്കളുടെ അടിച്ചേൽപ്പിക്കൽ പിന്തിരിപ്പനും സ്കൂൾ മാനേജ്മെന്റുകളുടെ അടിച്ചേൽപ്പിക്കൽ പുരോഗമനപരവുമാകുന്നത് എങ്ങനെയാണ് എന്ന താങ്കളുടെ ചോദ്യത്തിന് സ്കൂളുകളിൽ യൂണിഫോം എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണോ താങ്കൾ? ഉച്ചനീചത്വങ്ങളും ജാതി വേർതിരിവുകളും സാമ്പത്തിക അവസ്ഥകളും കുട്ടികൾക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കാതിരിക്കാനാണ് സ്കൂളുകളിൽ യൂണിഫോം നടപ്പാക്കി തുടങ്ങിയത്. എല്ലാ സമൂഹങ്ങളും ഒരുപോലെ വളരുകയും സഹവർത്തിത്വവും സമത്വവും പുലരുകയും വേണം എന്ന് ഉറച്ചു വിശ്വസിച്ച ക്രൈസ്തവ സമൂഹമാണ് യൂണിഫോം സമ്പ്രദായത്തിന്റെ ആരംഭകർ. ഇക്കാലത്തും യൂണിഫോമിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതുതന്നെയാണ്. കുട്ടികളുടെ നന്മ ലക്ഷ്യം വെച്ചുള്ള സ്കൂൾ മാനേജ്മെന്റുകളുടെ നിർദ്ദേശങ്ങളും സമൂഹത്തിൽ വിഭാഗീയതയും വിദ്വേഷവും വിതയ്ക്കാൻ ഉറച്ചുകൊണ്ടുള്ള മതവസ്ത്രവാദങ്ങളും താരതമ്യം ചെയ്യാനുള്ള സഹോദരന്റെ മനസ്ഥിതി ദയനീയം എന്നേ പറയാനുള്ളൂ. കുട്ടികൾക്കിടയിൽ വേർതിരിവുണ്ടാകാതിരിക്കാൻ ഏകീകൃത വേഷവിധാനം വേണമെന്നതിനോട് എനിക്കും യോജിപ്പാണ്. അത് പക്ഷേ വിശ്വാസ സ്വത്വം ബലി കഴിച്ചുകൊണ്ട് വേണം എന്ന് ശഠിക്കുന്നതാണ് പ്രശ്നമെന്ന താങ്കളുടെ ആകുലതയ്ക്ക് മറുപടി. ഒരു കാലത്ത് മുകളിൽ പറഞ്ഞതുപോലെ തൊടിയിലും തീണ്ടലും ഒക്കെ പറഞ്ഞ് നമ്മുടെ കാർന്നോമാർക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ലായിരുന്നു പോലും. നീ ആ ജാതിയാണ്, നീ ആ മതമാണ്, നീ പാവപ്പെട്ടവൻ, ഞാൻ പണക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം എപ്പോഴും കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ അടക്കി ഒതുക്കി ഒരു ബെഞ്ചിലിരുത്തി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചതിൽ ക്രൈസ്തവ സന്യസ്തരും ക്രൈസ്തവ സഭയും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികർ രാപകളില്ലാതെ കഷ്ടപ്പെട്ട് ജാതി മത സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ ഒരുമയോടെ പടുത്തുയർത്തിയ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ വീണ്ടും ജാതി മത സാമ്പത്തിക വേർതിരിവിൽ എത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളോട് യോജിപ്പില്ല. ക്രൈസ്തവർ നടത്തിയ ചരിത്രപരമായ പഴയ പല ഇടപെടലുകളും താങ്കൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ നവീകരണങ്ങൾ വഴിയായി പാഠപുസ്തകങ്ങളിൽ നിന്ന് തേഞ്ഞുമാഞ്ഞു പോയി. എങ്കിലും ഇന്നും ജീവിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉരച്ചു മാറ്റിക്കളയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കൃതജ്ഞതയുടെ മൂടുപടം ചൂടിക്കിടക്കുന്ന ആ സത്യങ്ങൾ ഇന്നും അനേകായിരങ്ങളിലൂടെ വാമൊഴികളായി പുതുതലമുറയ്ക്ക് ലഭിക്കുന്നുണ്ട്. താങ്കളുടെ തുറന്ന കത്തിലെ അധ്യാപകരുടെ വേഷത്തിൽ മതസ്വത്വം വേണ്ടെന്ന് വയ്ക്കുന്നുമില്ല. ഇതിനെ ഇരട്ടത്താപ്പെന്നല്ലാതെ മറ്റെന്താണ് പറയുക എന്നും കുട്ടികളുടെ മാതൃക അധ്യാപകരല്ലേ എന്നുമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി. അധ്യാപകരെ സംബന്ധിച്ച് മാന്യമായ വസ്ത്രധാരണം മാതൃകയുടെ വിഷയമല്ല, ജീവിതമാണ് മാതൃക. എന്നാൽ കുട്ടികൾക്കിടയിൽ സമത്വബോധം സുപ്രധാനമാണ്. അതിന് കുട്ടികളുടെ യൂണിഫോമാണ് പ്രധാനം. പിന്നെ കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂൾ നടത്തുന്ന കന്യാസ്ത്രീകൾ കുട്ടികളെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പരിതപിക്കുമ്പോൾ 3000 കുട്ടികളുള്ള ആ വിദ്യാലയത്തിൽ 100 കണക്കിന് മുസ്ലിം കുട്ടികൾ യാതൊരു പ്രശ്നവുമില്ലാതെ പഠിച്ച് മിടുക്കരായി നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് എന്നതും ഓർക്കണം. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രൈസ്തവ സ്കൂൾ കാണുമ്പോൾ ചില തീവ്ര ചിന്തഗതിക്കാർ പ്രശ്നങ്ങളുണ്ടാക്കി വാർത്തയാക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു.
ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഡ്രസ് കോഡ് എന്താണെന്ന് തീരുമാനിക്കുന്നത് അതത് സ്കൂൾ മാനേജ്മെന്റും PTA-യുമാണ്. ആ തീരുമാനത്തിൽ കൈകടത്താൻ ഗവൺമെന്റിന് പോലും അവകാശമില്ല എന്ന് ഹൈക്കോടതി വിധിയുള്ളതാണ്. പിന്നെ കഴിഞ്ഞ 10 മാസത്തിനിടയിൽ കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ 4 ജില്ലകളിലെ പ്രശസ്തമായ കത്തോലിക്ക സ്കൂളുകളെ ലക്ഷ്യമാക്കി ഹിജാബ് പ്രശ്നം ഉയർത്തി ഒട്ടേറെ കോലാഹലങ്ങൾ ഒരു കൂട്ടം ആളുകൾ നടത്തിയിരുന്നു. അവരിൽ ചിലർ പോക്കറ്റിൽ രഹസ്യ ക്യാമറ ഫിറ്റ് ചെയ്ത് ഒരു പ്രിൻസിപ്പൽ സിസ്റ്ററിനെ പ്രകോപിപ്പിച്ച് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വലിയ വാർത്തയാക്കിയത് മറന്നിട്ടില്ല. സത്യത്തിൽ വ്യക്തമായ അജണ്ടകളോടെയാണ് ഇത്തരം നാടകങ്ങൾ അരങ്ങേറുന്നത് എന്നത് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിലാക്കി തുടങ്ങി. ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിദ്യാർത്ഥിനിക്ക് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നിന്ന് വേഷത്തിന്റെ പേരിൽ വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോകേണ്ട ഗതികേട് ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ? ഈ വാദം സെൽഫ് ട്രോളായി പോയല്ലോ സഹോദര. സമത്വത്തിന് അനുകൂലവും മുസ്ലിം മാനേജ്മെന്റിന്റെ നിയമങ്ങൾക്ക് നിരക്കുന്നതുമായ വേഷവിധാനം മറ്റുള്ള കുട്ടികൾ ധരിക്കുന്നത് കൊണ്ടല്ലേ താങ്കൾ സൂചിപ്പിച്ച അത്തരം സാഹചര്യം ഉണ്ടാകാത്തത്? ക്രൈസ്തവ സമൂഹത്തിലെ മാതാപിതാക്കൾക്കുള്ള ആ വിവേകവും സന്മനസ്സും മുസ്ലിം മാതാപിതാക്കൾക്കും ഉണ്ടാവുക എന്നതല്ലേ കരണീയം. ക്രൈസ്തവരായ വിദ്യാർത്ഥികൾ മതപരമായ വസ്ത്രധാരണം നടത്തി ഒരു സ്കൂളുകളിലും പോകാറില്ല. പ്രായപൂർത്തിയായി ജീവിതാന്തസ് നയിക്കുന്നവരെ ദയവ് ചെയ്ത് സ്കൂൾ കുട്ടികളായി അവതരിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൽ ഹിജാബ് അഥവാ ശിരോവസ്ത്ര വിവാദം വിരലിലെണ്ണാവുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഉയർന്നു കേട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹൈന്ദവ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ഇന്നോളം തട്ടവിവാദം കേൾക്കേണ്ടി വരാതിരുന്നത്? ഹൈന്ദവ മാനേജ്മെന്റ് സ്കൂളുകൾ മുസ്ലിം പെൺകുട്ടികളോട് കാണിക്കുന്ന സഹിഷ്ണുത സഹോദര സമുദായ മാനേജ്മെന്റുകളും കാണിച്ചിരുന്നെങ്കിൽ തീരുന്നതല്ലേയുള്ളൂ ഈ അനാവശ്യ വിവാദങ്ങൾ എന്ന താങ്കളുടെ പരിഭവത്തിനുള്ള മറുപടി. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിൽ കേരളത്തിൽ 4 ഇടങ്ങളിലായി സൃഷ്ടിക്കപ്പെട്ട ഹിജാബ് വിവാദങ്ങൾ ആസൂത്രിതമായിരുന്നു എന്ന് ആ സംഭവങ്ങൾ അടുത്തറിഞ്ഞിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കിയതാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാസർഗോഡ് പള്ളിക്കരയിലെ സ്കൂളിൽ അരങ്ങേറിയ സംഭവങ്ങൾ ഉദാഹരണമാണ്. 4ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾ തട്ടം ധരിക്കേണ്ടതില്ല എന്നും ധരിക്കുന്നെങ്കിൽ യൂണിഫോമിന്റെ ഭാഗമായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള കളറിലുള്ളത് ധരിക്കണമെന്നും PTA തീരുമാനമുള്ള സ്കൂളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുട്ടി അത് ധരിച്ചതായി കണ്ട പ്രിൻസിപ്പാൾ കുട്ടിയെ തിരുത്താൻ ശ്രമിച്ചത് മാത്രമാണ് വിഷയം. മുഴുവൻ അംഗങ്ങളും മുസ്ലിങ്ങളായ PTA ഒറ്റക്കെട്ടായി സ്കൂൾ മാനേജ്മെന്റിനൊപ്പം നിന്നിട്ടും ആ വിഷയത്തെ വലിയ വിവാദമാക്കി മാറ്റാൻ ചിലർ കിണഞ്ഞു പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. ഒടുവിൽ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ സംഭവിച്ചതും വിവാദം സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമാണ്. കർണാടകയിൽ നടക്കുന്ന ഹിജാബ് വിവാദങ്ങൾക്കും കേസുകൾക്കും അനുബന്ധമായി കേരളത്തിൽ സമാനമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സമാനമായ ആൾക്കൂട്ട ബഹളം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്ന് വ്യക്തം. ഇത്തരത്തിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന വിവാദങ്ങൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണ് സന്യാസിനിമാർ നടത്തുന്ന സ്കൂളുകളാണെന്ന് കണക്ക് കൂട്ടിയതിനാൽ മാത്രമാണ് മറ്റിടങ്ങളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ പോയത് എന്ന് വ്യക്തം. അങ്ങനെയിരിക്കെ താങ്കളുടെ ഈ വാദം തികഞ്ഞ അസംബന്ധമാണ്. ഈ വിവാദങ്ങൾ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള മുസ്ലിം ക്രൈസ്തവ അകൽച്ചയിൽ നിന്ന് ഉത്ഭൂതമായതാണ്. അത് നീങ്ങണമെങ്കിൽ ക്രിയാത്മക ചർച്ചകൾ ഇരു വിഭാഗങ്ങളിലെ ഉത്തരവാദപ്പെട്ടവർ ഒന്നിച്ചിരുന്ന് നടത്തണമെന്ന താങ്കളുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. മുസ്ലിം ക്രൈസ്തവർ മാത്രമല്ല ഹൈന്ദവ സമുദായങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ അകൽച്ചകൾക്ക് പിന്നിൽ തീവ്ര ചിന്താഗതികൾ ഉള്ളവർ സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണെന്നത് നമ്മൾ വിസ്മരിക്കരുത്. സ്വന്തം സഹോദരങ്ങളായി കണ്ട് തോളത്ത് കൈകളിട്ട് മതസൗഹാർദ്ദത്തെ വാനോളം പുകഴ്ത്തി മുന്നോട്ടു പോയിരുന്ന ക്രൈസ്തവ സമൂഹത്തെ പോലും ഇത്രയും അകൽച്ചയിൽ കൊണ്ടെത്തിച്ചതിന് ചില സമുദായങ്ങളിലെ തീവ്ര വിഭാഗക്കാരുടെ സംഭാവനകൾ ഉണ്ടായിരുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ അകൽച്ചകൾക്ക് കാരണക്കാർ ആരെന്ന് ഒന്ന് ആത്മപരിശോധന നടത്തി വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് അത് തിരുത്തുവാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമല്ലേ ചർച്ചകൾ കൊണ്ട് പ്രയോജനമുള്ളൂ. ഈ കാലഘട്ടത്തിൽ
കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമുദായിക പ്രതിസന്ധികൾ കെട്ടുകഥകളാണെന്ന് കരുതാൻ ചിന്താശേഷിയുള്ള ഒരാൾക്കും സാധ്യമല്ല. ഡൽഹിയെ ചൂണ്ടിക്കാണിച്ചാൽ കേരളത്തിലെ നേർക്കാഴ്ചകൾ ആരും കാണില്ല എന്ന് കരുതുന്നത് വിഡ്ഢിത്തമല്ലേ സഹോദര? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടത് തന്നെ. എന്നാൽ കേരളത്തിൽ ഇന്ന് പ്രബലപ്പെട്ടിരിക്കുന്നതും ആഴത്തിൽ വേരോടിയിരിക്കുന്നതും ഇസ്ലാമിക തീവ്രവാദമാണെന്ന് താങ്കൾ സൗകര്യപൂർവ്വം തമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? 5 വർഷത്തോളം ന്യൂനപക്ഷ മന്ത്രിയായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായും സേവനമനുഷ്ഠിച്ച ശ്രീ ജലീലിന് അറിയാമല്ലോ ഇവിടെ സംഭവിക്കുന്ന അനീതികൾ. ന്യൂനപക്ഷത്തിലെ തന്നെ ഒരു സമുദായം തങ്ങളുടെ തീവ്ര ചിന്താഗതികളാൽ എങ്ങനെയാണ് മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെയും ഭൂരിപക്ഷ സമുദായത്തെയും നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നത് കേരളത്തിന് ഒരു പാഠപുസ്തകമാണ്. തീവ്രവാദപരമായ ചിന്തകളിലും പ്രവർത്തികളിലും ഏർപ്പെടുന്നവരെ തള്ളിപ്പറയാനായി കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം മുന്നോട്ട് കടന്നു വരേണ്ടത് അത്യാവശ്യമാണ്. ഈ തീവ്ര ചിന്താഗതിയുള്ളവർ സമുദായത്തിലും സമൂഹത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഹിജാബ് പോലെയുള്ള വിവാദങ്ങൾ. പ്രത്യേകിച്ച് കേരളത്തിൽ അത് വളരെ പ്രകടമാണ്. അത്തരം വിവാദങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും തീവ്രവാദപരമായ സമീപനങ്ങളെക്കുറിച്ചുമൊക്കെ കേരള കത്തോലിക്കാ സഭയ്ക്ക് നല്ല അവബോധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യബോധത്തോടും ജാഗ്രതയോടും കൂടെ ഇന്ന് മുന്നോട്ട് പോവുകയാണ് ഓരോ സമുദായത്തിനും കരണീയമായിട്ടുള്ളത് എന്ന വരികളോടെ സ്നേഹപൂർവ്വം തൻ്റെ പോസ്റ്റ് ഉപസംഹരിക്കുന്ന സിസ്റ്റർ സോണിയ, വ്യക്തമായും മാന്യമായും ഞാൻ മറുപടി കുറിച്ചിട്ടുണ്ടെന്നും ഇനിയും പല ചോദ്യങ്ങൾ ഉന്നയിച്ച് മറുപടി ചോദിച്ചു വന്നാൽ തനിക്ക് അതിനുള്ള സമയം ഇല്ല എന്ന് മുൻകൂട്ടി അറിയിക്കുന്നുവെന്നും തൽക്കാലം ഇവിടെ വെച്ച് ഈ സംവാദം അവസാനിപ്പിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും കുറിച്ചുകൊണ്ടാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്.